ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് റീപാക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ. കാരണം റീപാക്കിംഗ് ബിസിനസ് ഒത്തിരി പേർക്ക് ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടല്ലോ, നമുക്ക് കിട്ടുന്നത് ഒന്ന് റീപാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പാക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപത്തിൽ തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഒത്തിരി പേരെ ഇതിലോട്ട് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലാഭവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര എഫേർട്ടില്ലല്ലോ. സാധാരണയായിട്ട് നമുക്ക് എന്ത് പ്രൊഡക്ട്സും വേണമെങ്കിൽ റീപാക്ക് ചെയ്യാം. ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് റീപാക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുള്ള ചെറിയ പാക്കറ്റുകൾ നമുക്ക് റീപാക്ക് ചെയ്തിട്ട് വിപണിയിൽ ഇറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ഇതിന് വേണ്ട ബിസിനസ് മോഡൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് റീപാക്ക് ചെയ്യുന്നത് അത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. ഫുഡ് ഐറ്റംസ് നമുക്ക് റീപാക്ക് ചെയ്യാം. അതായത് പലഹാരങ്ങൾ, ബിസ്ക്കറ്റുകൾ, അരിപ്പൊടി, മസാലപ്പൊടി, അങ്ങനെ എന്ത് വേണേലും നമുക്ക് റീപാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ളത് കോസ്മെറ്റിക്സ് ആണ്. നമുക്കിപ്പോൾ ബൾക്കായിട്ട് ക്രീംസൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ റീപാക്ക് ചെയ്യാം. പൗഡർ, സോപ്പ്, അതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതായത് ക്ലീനിങ് പൗഡർ, ഡിറ്റർജൻറ്റ്, ഫിനൈൽ, അതൊക്കെ നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FSSAI ലൈസൻസ് വേണം. അതിപ്പോൾ ഫുഡ് റിലേറ്റഡ് ആണ് നമ്മൾ റീപാക്കിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈസൻസ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണോ എടുക്കുന്നത്, ഏത് തരത്തിലുള്ള റീപാക്കിംഗ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് രജിസ്ട്രേഷനൊക്കെ ലൈസൻസൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ MSME ഉദയം രജിസ്ട്രേഷനുണ്ട്. GST രജിസ്ട്രേഷൻ, നമുക്ക് ലാഭം കൂടുതലാണെങ്കിൽ GST ചെയ്യാൻ പറ്റും. ട്രേഡ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രാൻഡ് നെയിം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് റീപാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉൽപ്പന്നങ്ങൾ ബൾക്കായിട്ട് വാങ്ങുക. ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ല ലാഭത്തിന് കിട്ടും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് റീപാക്കിംഗ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് ആദ്യം വാങ്ങിക്കുമ്പോൾ നേരിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പാക്കിങ്ങിനായിട്ടൊക്കെ ആവശ്യമുള്ളത് പൗച്ചുകൾ, സ്റ്റിക്കറുകൾ, ലേബലുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ മെഷീൻ ഇതൊക്കെയാണെങ്കിൽ സീലിംഗ് മെഷീൻസ്, ഡിജിറ്റൽ വെയിങ് സ്കെയില് എന്നിവ മാത്രമാണ് ആവശ്യമായിട്ടുണ്ടാകുന്നത്. എല്ലാത്തിനും ഇതെല്ലാം വേണ്ട കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ റീപാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു ലേബലൊക്കെ ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര്, ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ MRP, മാനുഫാക്ചറിങ് എക്സ്പയറി ഡേറ്റ്, കസ്റ്റമർ കെയർ നമ്പർ, അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പാക്കിംഗ് ക്വാളിറ്റിക്ക് നല്ല പ്രാധാന്യം കൊടുക്കാം. പിന്നെ മാർക്കറ്റിംഗ് ചെയ്യുക. നമ്മുടെ അടുത്തുള്ള കടകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ സാമ്പിൾസൊക്കെ കൊടുക്കാൻ പറ്റും. ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഫ്രീ സാമ്പിൾസൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിലുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ബൾക്കിൽ കുറഞ്ഞ പാക്കറ്റിൽ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ചെറിയ പാക്കറ്റായിട്ട് കൂടുതൽ വിലക്ക് വിൽക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് മാർജിൻ കൂടുതൽ ഇടാൻ പറ്റും. നല്ല രീതിയിലുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് 1 കിലോ ഒരു മസാലപ്പൊടി ഒരു 100 രൂപയ്ക്ക് വാങ്ങി 100 ഗ്രാം വീതം 10 പാക്കറ്റ് ആക്കിയിട്ട് ഓരോന്ന് 20 രൂപയ്ക്ക് വിറ്റാൽ എത്ര ലാഭം ഉണ്ടാവും? നമ്മൾ ആകെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയാണ്. അപ്പോൾ ചിലവുകൾ 100 രൂപ നമ്മൾ മസാലയൊക്കെ ചെയ്തു, പ്ലസ് 20 രൂപ നമുക്ക് പാക്കിംഗ് ലേബലിനൊക്കെ ചിലവായി. അപ്പോൾ നമ്മുടെ ലാഭം എത്ര? 80 രൂപയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കണക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീപാക്കിംഗ് ബിസിനസ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് റീപാക്കിംഗ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. മാർക്കറ്റിംഗ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. 999 ആണ് കേട്ടോ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ചാർജ്. ലൈവാണ്, ഞാനുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം. ഓൾ ദി ബെസ്റ്റ്.